ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, കേരളത്തിൽ തന്നെയാണോ ഈ സംഭവം നടക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. തീർച്ചയായും രുചീഷ്, അങ്ങനെ ഒരു സംശയം തോന്നിയാൽ ആ തോന്നുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാനാവില്ല എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം വെറും സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു യുവാവിനോട് ഒരു പെൺകുട്ടി തന്നെ ഒന്ന് ബൈക്കിൽ കൂട്ടി നഗരത്തിൽ കറങ്ങി വരാമോ എന്ന് ചോദിക്കുന്നു. ആ യുവാവ് അതിന് സമ്മതിക്കുന്നു. ആ കുട്ടിയും അയാളും കൂടി കാസർഗോഡ് നഗരത്തിൽ ബൈക്കിൽ ഒന്ന് സഞ്ചരിച്ച് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരുന്നു. ഇതെല്ലാം നടക്കുന്നത് 2023 സെപ്റ്റംബറിലാണ്. അതായത് ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു. കാസർഗോഡിലെ യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷമാണ്. ആ ഓണാഘോഷ പരിപാടിക്ക് ശേഷമാണ് പെൺകുട്ടി ഇത്തരത്തിലൊരാഗ്രഹം തനിക്ക് പരിചയമുള്ള ആ യുവാവിനോട് പറയുന്നത്. ആ യുവാവ് അതിനനുസരിച്ച് ആ കുട്ടിയുമായി ബൈക്കിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. തിരിച്ചു വരുമ്പോഴാണ് ചില ആളുകൾക്ക്, അതായത് ഈ കപട സദാചാര ബോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ചില ആളുകൾക്ക്, അത് കൃത്യമായി ഈ യുവാവ് പറയുന്നത് അത് BJP ആഭിമുഖ്യമുള്ള ആളുകളാണ്, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എന്ന ആരോപണമാണ് യുവാവ് ഉന്നയിക്കുന്നത്. ആരായാലും ശരി, അത് ഈ സദാചാര ബോധം, ഇങ്ങനെ കപട സദാചാര ബോധം മനസ്സിൽ സൂക്ഷിക്കുന്ന ചില ആളുകൾക്ക് അതത്ര ദഹിക്കുന്നില്ല. അവർ അത് വലിയ വിഷയമാക്കി കൊണ്ടുവരുന്നു. അത് വലിയ വിഷയമാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനെതിരെ കൂടി ഈ വിഷയത്തിൽ ചില കോണുകളിൽ നിന്ന് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി, അതായത് വർഗീയപരമായി ഈ വിഷയത്തെ മാറ്റാനുള്ള ഉദ്ദേശത്തോടു കൂടി ആ സ്ഥാപനത്തിന് മുന്നിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി സ്ഥാപനം പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നു. കൃത്യമായി പോലീസിന് ഇൻറ്റിമേഷനാണ് ഇവർ നൽകുന്നത്. അക്കാര്യത്തിൽ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനും ഒപ്പം തന്നെ 2 മാസത്തെ ട്രെയിനിങ്ങിനായി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ 17-കാരിയും ബൈക്കിൽ പുറത്തു പോയിട്ടുണ്ട്. അവർ തിരിച്ചു വന്നതിന് ശേഷം ആ പെൺകുട്ടി ഞങ്ങളുടെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവിടെ നിന്ന് പോയത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് വർഗീയമായി ഉപയോഗിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. ഇക്കാര്യത്തിൽ വിവേകപൂർവമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളൊരു കത്ത് ഈ ആശുപത്രി അധികൃതർ പോലീസിന് നൽകുന്നുണ്ട്. ഈ പരാതി ലഭിച്ച ഉടൻ പോലീസ് ചെയ്തതാണ് ഈ സംഭവത്തിലെ ഏറ്റവും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അഡ്വക്കേറ്റ് ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു. ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ, ഈ കേസ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊരു സംഭവം, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ചയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പോലീസ് ഒഴിവാക്കേണ്ടതായിരുന്നു. കാസർഗോഡ് പോലത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രിയും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടൂറിസം വികസനത്തെ കുറിച്ചും കൂടുതൽ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നതിനെ കുറിച്ച് നിരന്തരം പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ടൂറിസം വികസനത്തിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ സ്ഥലമാണ് കാസർഗോഡ് പരിസരങ്ങളും. ഈ സ്ഥലത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും 2 മതത്തിൽപ്പെട്ടവർ ഒന്നിച്ച് യാത്ര ചെയ്താൽ വിദ്വേഷം ഉണ്ടാകുന്നതും നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നും ഔദ്യോഗിക രേഖകളിൽ പോലീസ് എഴുതി വെക്കുന്നത് വലിയ തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുക. അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകേണ്ടതുണ്ട്. അതായത് ഈ ഒരു യാത്ര നടത്തി എന്നത് മാത്രമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതൊരു പരാതിയിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ വയ്ക്കുക. പക്ഷേ ആ പെൺകുട്ടിയോടോ അമ്മയോടോ ഒന്ന് ചോദിച്ച് അതിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ പോലും തയ്യാറാകാതെ തട്ടിക്കൊണ്ടുപോകലിനൊക്കെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. അതാണ് പറയുന്നത്. നമ്മുടെ പോലീസിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. ചില ഘട്ടങ്ങളിൽ പോലീസ് ആക്ട് ചെയ്യാറേയില്ല. ചില സ്ഥലത്ത് പോലീസ് ഹൈപ്പർ ആക്റ്റീവായി ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കേരളം വലിയ സൗഹാർദ്ദ സംസ്ഥാനമായി വളരേണ്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ ആൾക്കാരെ ആകർഷിക്കുന്ന സമയത്ത് ഒരു 2 മതത്തിൽപ്പെട്ട, അപ്പൊ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ സിഖോ ജൈനനോ ബുദ്ധനോ പാഴ്സിയോ ജൂതനോ ഏതൊക്കെ മതത്തിലും ലോകത്തുണ്ടോ ആ മതത്തിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരും. അവരുടെ ജാതിയോ മതം നോക്കിയിട്ട് അവർ യാത്ര ചെയ്യുകയും സൗഹാർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ 2 മതത്തിൽപ്പെട്ടവർ ഒന്നിച്ച് യാത്ര ചെയ്തൊരു ഘട്ടം വന്നാൽ ഇവിടെ സമാധാനം തകരുമെന്നും സൗഹാർദ്ദം തകരുമെന്ന രീതിയിലേക്ക് ഔദ്യോഗിക രേഖകൾ വരുന്നത്. ഇപ്പൊ ഗൂഗിൾ അടിച്ചാൽ ആർക്കും ഈ വാർത്ത കിട്ടും. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ഗൂഗിൾ ചെയ്താലും കാസർഗോഡ് 2 മതത്തിൽപ്പെട്ടവർ ഒന്നിച്ച് യാത്ര ചെയ്താൽ അവിടുത്തെ പോലീസിന്റെ ഔദ്യോഗിക രേഖകളിൽ അത് വലിയ കുറ്റകൃത്യമാവുമെന്നും
തട്ടിക്കൊണ്ടൽ പോലുള്ള കേസുകളിലേക്ക് വരുമെന്ന് കണ്ടാൽ കാസർഗോഡേക്ക് വരാൻ ആൾ മടിക്കും. ഇത് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഈ ആരാണോ FIR രജിസ്റ്റർ ചെയ്തത്, നമ്മുടെ BNSSന്റെയും അതുപോലെ തന്നെ CRPC ഒക്കെ നമ്മൾ ഒരുപാട് സുപ്രീം കോടതി വിധികളുണ്ട്. ഒരു പരാതി കിട്ടിയാൽ പോലും, ഇതിൽ പരാതിയില്ല എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം, പരാതി കിട്ടിയാൽ പോലും പ്രാഥമികമായ അന്വേഷണം നടത്താനുള്ള ബാധ്യത പോലീസിന് പല ഘട്ടങ്ങളിലുണ്ട്. ഇതൊരു നോൺ കോഗ്നിസബിൾ ഒഫൻസിലേക്ക് എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്, ആരാണ് അതിന്റെ പിന്നിൽ? ഇതിൽ മാത്രമല്ല, CPMന്റെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു കൊടിമരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കൊടിമരം നഷ്ടപ്പെട്ട സമയത്ത് CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പരാതി നൽകി. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഭാഗം അഭിഭാഷകന്റെ ഒക്കെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ച പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്. പ്രോസിക്യൂഷൻ ഈ കേസിലെടുത്ത നിലപാട്, അത് ഈ വർഗീയപരമായി ഇതിനെ പുറത്ത് ആ തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമെന്ന തരത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാട് എടുത്തിരുന്നോ? താങ്കളുടെ നിലപാട് എന്താണ്? തീർച്ചയായും ഇല്ല. പ്രോസിക്യൂട്ടർ ജഡ്ജ്മെന്റ് കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ആ ഓർഡർ, ആ 438 അനുവദിച്ച, മുൻകൂർ ജാമ്യം അനുവദിച്ച പഴയ CRPC 438, പുതിയ BNSS പ്രകാരം 482 പ്രകാരം ആ പ്രതിയാക്കപ്പെട്ട ആൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതില് പ്രോസിക്യൂട്ടർ നിലപാട് ജാമ്യം നൽകണമെന്നാണ്. അത് പക്ഷേ ഡിസംബർ 3-നാണ്. ഡിസംബർ 3-ന് ജാമ്യം നൽകുമ്പോഴേക്കും പ്രോസിക്യൂഷന്റെ ഒരു നിലപാടിൽ മാറ്റം വന്നു എന്ന് തന്നെ പ്രതിഭാഗം അഭിഭാഷകനും പറയുന്നു. ഡിസംബർ 3-ലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിലപാടിൽ മാറ്റം വന്നു. പക്ഷെ തുടക്കത്തിൽ ഉണ്ടായ നിലപാടാണ് ചോദിച്ചത്. കോടതിയിൽ വന്ന രേഖകൾ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റൂ. ഞാൻ ആ പ്രോസിക്യൂട്ടറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോടതിയിൽ അദ്ദേഹം സ്റ്റാൻഡ് എടുത്തിട്ടേ ഇല്ല എന്നാണ്. കാരണം കൃത്യമായ സാമൂഹ്യ ബോധമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിന് നല്ല സാമൂഹ്യ ബോധമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, കൃത്യമായി കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അത്തരമൊരു ഘട്ടങ്ങളിൽ അദ്ദേഹം കൊണ്ട് നിലപാടെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായും അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു ഈ വാർത്ത വന്നപ്പോൾ. അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ ഒരു നിലപാട് ഒരു ഘട്ടത്തിൽ എടുത്തിട്ടില്ല. പ്രോസിക്യൂട്ടർ നിലപാട് കൃത്യമായി തന്നെ ആ ജഡ്ജ് ആ ഓർഡറിൽ 482 BNSS പ്രകാരം മുൻകൂർ ജാമ്യം നൽകിയ ഓർഡറിൽ വ്യക്തമായി ജഡ്ജ് പറയുന്നുണ്ട് പ്രോസിക്യൂട്ടർ ആ ജാമ്യാപേക്ഷ എതിർത്തിട്ടേ ഇല്ല. പിന്നെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ആള് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയാൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അതിന് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രോസിക്യൂട്ടർ അയച്ചു കൊടുക്കും. ആ റിപ്പോർട്ടിൽ വരുന്ന സംഗതികൾ ആ റിപ്പോർട്ടായിട്ട് കോടതിയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂട്ടർ ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം. ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ എഴുതുക, ആ തിരുത്താനുള്ള ഒരു അധികാരം പ്രോസിക്യൂട്ടർക്ക് ഇല്ല. പക്ഷേ കേസ് ഓർലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് കേസിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി, എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കി പറയാനുള്ള ബാധ്യത പ്രോസിക്യൂട്ടറുണ്ട്. ഈ കാര്യത്തിൽ ജില്ലാ സെഷൻസ് കോടതിയിലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ പ്രോസിക്യൂട്ടർ ശ്രീ വേണുഗോപാൽ കൃത്യമായി കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിക്ക് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഉണ്ടായത് പോലീസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകിയ ഒരു നിലപാട് മാത്രമാണ്. പിന്നീട് കേസ് കോടതിയിൽ എത്തിയപ്പോൾ കൃത്യമായ നിലപാട് പ്രോസിക്യൂഷനും എടുത്തു. പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ പോലീസിന്റെ നിലപാടിന് എതിരായ ഒരു സമീപനം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ താങ്കൾ പറയുന്നു. പോലീസിന്റെ രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി മാനുഷികവും ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങൾക്കും മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും സൗഹാർദ്ദത്തിനുള്ള അവകാശങ്ങളും ആർട്ടിക്കിൾ 19-ഉം 21-ഉം ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് തന്നെയാണ് പ്രോസിക്യൂട്ടർ എന്നതിൽ ശ്രീ വേണുഗോപാൽ കോടതിയിൽ എടുത്താണ് എനിക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം ഇനിയും ഈ കേസ് അവസാനിച്ചിട്ടില്ല ശ്രീ ഷുക്കൂർ. ഇനിയും പ്രശ്നം ഇപ്പോഴും ആ കേസിലെ പ്രതിയായി ആ ഒരു 23-കാരൻ അവിടെ നിൽക്കുകയാണ്. ആ ഒരു യുവാവിന്റെ ഭാവി അതുകൂടി ഉണ്ടല്ലോ. കാരണം ഇനിയുള്ള നിലപാടും ആ തരത്തിൽ മാറണം. ഈ കേസ് റദ്ദാക്കപ്പെടണം എന്ന് തന്നെയാണോ താങ്കളും കരുതുന്നത്? ആ കേസുമായിട്ട് പ്രോസിക്യൂഷനോ പോലീസിനോ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇരയാക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പെൺകുട്ടി കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞു. ആ മൈനർ ആയതുകൊണ്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കാര്യം പറഞ്ഞു. അവർക്കൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയെ ഒരു കാര്യമില്ലാണ്ട് മെഡിക്കൽ എക്സാമിനേഷന് പോലും വിധേയമാക്കി. അതൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ്. ഒരു കുട്ടിയെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കണമെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ട് നടന്നതെന്ന് കുട്ടി പരാതി പറയണം. അങ്ങനെ പരാതിയില്ലാത്ത ഘട്ടത്തിൽ കുട്ടിയെ നിർബന്ധിച്ചിട്ട് മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കിയത് പോലും കുറ്റകൃത്യമാണ്. അത് ആ കുട്ടിയുടെ പ്രൈവസിയിലേക്ക് കടന്നുകയറ്റമാണ് പോലീസ് ചെയ്തത്. ആ നടപടി എടുത്ത മുഴുവൻ പോലീസുകാർക്കും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന എന്റെ നിലപാട്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഷുക്കൂർ പ്രതികരിച്ചത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പെൺകുട്ടിയോട് വൈദ്യപരിശോധനയ്ക്ക്
വിധേയാകാൻ പറഞ്ഞ ആ ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു ഭാഗത്ത് യുവാവിന് നീതി ലഭിക്കാൻ വേണ്ടി ഇടപെടുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഒരു 17-കാരിയോട് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകാൻ വേണ്ടി പോലീസുകാർ നേരിട്ട് സമ്മർദ്ദം ചെലുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം, കൂടുതൽ നടപടികൾ വേണം എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ഷുക്കൂറും ആവശ്യപ്പെടുന്നത്. എന്തായാലും നിഖിൽ ചേരുകയാണ്. നിഖിൽ, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായ ആ സമീപനം, അത് പോലീസിന്റെ റിപ്പോർട്ട് അത് നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. എന്നാൽ പിന്നീട് ഡിസംബർ 3 ആകുമ്പോഴത്തേക്കും ആ നിലപാടിൽ മാറ്റം വന്നു. ജാമ്യം നൽകണം എന്ന നിലപാടിൽ തന്നെ പ്രോസിക്യൂഷനും എത്തിയെന്നാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ പറയുന്നത്. അതുതന്നെ നേരത്തെ പ്രതിഭാഗം അഭിഭാഷകരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വ്യക്തമാകുന്നത് വളരെ വലിയ ഗുരുതരമായ ഒരു തെറ്റ് അത് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് പോലും സംശയമില്ല. രുചീഷ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമ്മൾ പറഞ്ഞത്, ആ വാർത്തയിൽ തന്നെ നമ്മൾ പറയുന്നത്, പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാട് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രീ ഷുക്കൂർ വക്കീൽ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള സാഹചര്യം അത് പോലീസ് നൽകിയ റിപ്പോർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും പോലീസാണ് ഈ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ മതം ഉപയോഗിച്ച് ഈ വിഷയത്തെ സങ്കീർണമാക്കാൻ ശ്രമിച്ച, കപട സദാചാരം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആ യുവാവിനെതിരെ തിരിയാനും മുതിർന്ന ആളുകൾ, അങ്ങനെ പോയ ആളുകൾക്കൊപ്പം പോലീസ് നിന്നു എന്ന് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു പരാതി പോലും ഇല്ലാത്ത സംഭവമാണ്. പോലീസ് സ്വമേധയാ ഈ പറയുന്ന ഹോസ്പിറ്റൽ നൽകിയ ഒരു കത്ത്, ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ സ്വമേധയാ കേസെടുക്കുകയാണ്. ആ കേസിൽ ചുമത്തുന്ന വകുപ്പ് 137(2) BNS ആണ്. കിഡ്നാപ്പിംഗ് കേസാണ് ഇക്കാര്യത്തിൽ 23-കാരനായ യുവാവിനെതിരെ ചുമത്തുന്നത്. ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് എടുക്കുമ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടിയുടെ വാദം എന്താണ്, ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്, ഇതൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് പോലീസ് പൊതുവെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചേർക്കുന്നതിലേക്കൊക്കെ പോവുക. അല്ലാതെ ഒരു കാര്യം അറിഞ്ഞ ഉടൻ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലൊക്കെ കേസെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോലീസ് എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ പോലെ ഈ യുവാവിൻ്റെ അഭിഭാഷകനുമൊക്കെ ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത് ഈ വിഷയം തുടക്കത്തിൽ തന്നെ, അതായത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തിരിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഈ BJP പ്രവർത്തകരായ ചില ആളുകൾ ഇത് ഏറ്റെടുക്കുകയും ഇവർ വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് ചില ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നീട് മറ്റൊരു തരത്തിലേക്ക് അവതരിപ്പിക്കാനുള്ള ശ്രമം അവിടെ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് പോലീസ് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൂട്ടർ ശ്രമം നടത്തുമ്പോൾ ഈ പറയുന്ന ഈ വിഷയം വർഗീയമായി കാസർഗോഡ് പോലെ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് അതൊരു വിഷയമായി വരും എന്ന് മുന്നിൽ കണ്ട് ആ വിഷയം അങ്ങനെ അല്ലാതാക്കുകയായിരുന്നു പോലീസ് വേണ്ടിയിരുന്നത്. പക്ഷേ പോലീസ് ചെയ്തത് ഇത് വർഗീയമായി മുതലെടുക്കാൻ ശ്രമിച്ച ആളുകൾക്കൊപ്പം നിന്നു. ഈ യുവാവിനെതിരെ കേസെടുത്തു. ഈ രുചീഷ് നേരത്തെ നമ്മൾ ഈ വാർത്തയിലും ഒപ്പം തന്നെ ശ്രീ ഷുക്കൂർ വക്കീലും ഇപ്പോൾ രുചീഷും പറഞ്ഞതുപോലെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടും മനുഷ്യത്വമില്ലാത്ത സമീപനം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നുള്ളതാണ്. നമുക്ക് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളോട്, അല്ലെങ്കിൽ ഇവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പെൺകുട്ടിയോട് നിരന്തരം ഇങ്ങനെ ഈ മെഡിക്കൽ ടെസ്റ്റ് നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ട സമയത്ത് പെൺകുട്ടി പറഞ്ഞത്, ഞാൻ മെഡിക്കൽ ടെസ്റ്റിന് തയ്യാറാണ്, പക്ഷേ ഇതിൻ്റെ ഫലം നെഗറ്റീവായി വന്നാൽ നിങ്ങൾ എന്നോട് മാപ്പ് പറയണം എന്ന് പോലും ആ പെൺകുട്ടി ഒരു ഘട്ടത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തുന്നത് തന്നെ വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണ്. അതും ഒരു 17-കാരിയോട് ഇത്രമാത്രം ഒരു സമ്മർദ്ദം ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത്. നിഖിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളോടും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സംസാരിച്ചത് നമുക്കറിയാവുന്നതാണ്. അപ്പോഴൊക്കെ വ്യക്തമാകുന്നത് ഇത്തരത്തിൽ ഇടപെടാൻ, അത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ അതിലൊരു മിനിമം ഒരു മര്യാദയെങ്കിലും പാലിക്കാൻ പോലീസ് തയ്യാറാകണമായിരുന്നു. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ആ കുട്ടിയോടും അമ്മയോടും കൃത്യമായി ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് സംസാരിക്കുക എന്നതായിരുന്നു. അതുപോലും ചെയ്യാതെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില ശക്തികളുണ്ട്. അതിലേക്ക് കൂടി ഈ അന്വേഷണം കൂടി വരണം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവില്ലേ?
തീർച്ചയായും ഒരു സംശയവുമില്ല. കാരണം ഇതിനെ അങ്ങനെ ഒരു ആംഗിൾ ഈ സംഭവത്തിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുമ്പോൾ പോലീസ് അതിന് ആ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന രീതി ആയിരുന്നില്ല സ്വീകരിക്കേണ്ടിയിരുന്നത്. ആ പെൺകുട്ടിയുടെയും അമ്മയുടെയും ഭാഗം അതെന്താണെന്ന് കേൾക്കേണ്ടിയിരുന്നു. സ്വാഭാവികമായി യുവാവ് പ്രതി എന്ന നിലയിൽ ഒരുപക്ഷെ അയാളെ നിങ്ങൾക്ക് മറ്റ് നിയമ നടപടികൾക്ക് ശേഷം അയാളുടെ മൊഴി രേഖപ്പെടുത്തുക എന്താണെന്ന് വെച്ചാൽ പോലീസിന് അത് ചെയ്യാം. പക്ഷേ ഈ പരാതി പോലും ഇല്ലാത്ത കേസിൽ ഇര എന്ന് പോലീസ് തന്നെ പറയുന്ന ആ പെൺകുട്ടിയുടെ വാദം പോലും കേൾക്കുന്നില്ല എന്ന് പറയുന്നത് അത് കൃത്യമായി രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് അത് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ പറയുന്നത് പോലെ ഒരു ബൈക്കിൽ അത് ഏത് സമയം എന്നുള്ളതൊന്നുമല്ല. ഈ സംഭവം നടക്കുന്നത് ഈ ഓണാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർ ബൈക്കിൽ സഞ്ചരിക്കുന്നത് നിഖിൽ ഈ യുവാവുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. ഈ യുവാവിന്റെ ഭാവി നടപടികൾ എങ്ങനെയായിരിക്കും? കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഈ നിലവിൽ സാഹചര്യം എങ്ങനെയാണോ? വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ആ യുവാവ് ഇപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. നമ്മൾ ഇന്നലെ ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കുറേ അധികം സമയം യുവാവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ലക്ഷദ്വീപ് സ്വദേശിയാണ്. ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതാണ്. കാസർഗോഡ് അങ്ങനെയാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. വലിയ മാനസിക സമ്മർദ്ദം എന്നതിനും അപ്പുറത്തേക്ക് ഭയം വലിയ രീതിയിൽ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്ന കാര്യമായി ഈ നമ്മളോട് സംസാരിക്കുന്ന പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മളോട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറാകുന്നത് വളരെ നേരം അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് നമ്മൾ അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ശരി ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമ്മതം വേണിച്ചതിന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലും ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ഭയം അവർ നേരിടുന്നു എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും കൂടി ആ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ഒരു പ്രതികരണങ്ങൾ നൽകാൻ സാധിക്കാത്തത്. ശരി നിഖിൽ, എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന, എന്തായാലും കണ്ണു തുറന്ന് കാണേണ്ട ഒരു വാർത്ത തന്നെയാണ് ഇത്. ബൈക്കിൽ ഒരു പെൺകുട്ടിക്കൊപ്പം സഞ്ചരിച്ചതിന് തട്ടിക്കൊണ്ടുപോകൽ കേസിന് വിധേയനാക്കപ്പെട്ട ഒരു യുവാവ് ഇപ്പോഴും ആ കേസ് നടപടികൾ നേരിടുകയാണ്. പെൺകുട്ടിയുടെ അമ്മയും പെൺകുട്ടിയും മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പോൾ മുൻകൂർ ജാമ്യം ആ യുവാവിന് ലഭിച്ചു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും അഭിഭാഷകരും വ്യക്തമാക്കുന്നത് പോലെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പ്രോസിക്യൂഷനോ പോലീസിനോ സാധിക്കാത്ത സാഹചര്യം തന്നെയാണ്. ആ തരത്തിൽ ആ യുവാവിന് നീതി കിട്ടുന്നത് വരെ ആ നടപടികളും മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ന്യൂസ് മലയാളവും ആഗ്രഹിക്കുന്നത്. അതിന്റെ പിന്നാലെ തന്നെ, ഈ വാർത്തയുടെ പിന്നാലെ തന്നെ ന്യൂസ് മലയാളം ഉണ്ടാവുകയും ചെയ്യും.